ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പാൽ പൊറോട്ടയും അതുപോലെ തന്നെ ഒരു നാടൻ ചിക്കൻ കറിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. വറുത്തരച്ചുള്ള നാടൻ ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് അതിലേക്കുള്ള നാളികേരം ഒന്ന് വറുത്തെടുക്കാം. അപ്പം അതിനായിട്ട് ഒരു പാനിലേക്ക് 2 പിടി നാളികേരം, 2 ചെറിയുള്ളി, ഒരു 4 വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, കുറച്ച് കറിവേപ്പില ഇത്രയിട്ട് ചെറിയ തീയിലൊന്ന് വറുത്തെടുക്കാം. ഒട്ടും ഓയിൽ ഒഴിക്കാതെയാണ് ഇത് വറുത്തെടുക്കുന്നത്. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് നാളികേരമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 2.5 സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുള്ള വീഡിയോ കട്ടായി പോയതാണ്. അപ്പോൾ പൊടികളും കൂടി ആ ചൂടിലൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. അതിനുശേഷം മാറ്റി വെച്ചു. ഇനി ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം. മൺചട്ടിയിലാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ ചട്ടി വെച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ ഒരു പിടി ചെറിയുള്ളി അരിഞ്ഞത്. അപ്പോൾ ഇതിലേക്ക് സവാള ചേർക്കണില്ല, ചെറിയുള്ളി മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ കുറച്ചധികം ചെറിയുള്ളി, അതുപോലെ തന്നെ 1/2 ഉണ്ട വെളുത്തുള്ളി, ഒരു 4-5 പച്ചമുളക്, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, കുറച്ച് കറിവേപ്പില, ഇത്രയാണ് അതിലേക്ക് ഇട്ടുള്ളത്. അതിനി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചെറുള്ളിയൊക്കെ കുറച്ച് നേരം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളി ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് വീണ്ടും കുറച്ച് നേരം കൂടി ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. തക്കാളി കൂടി വഴണ്ടി വരുമ്പോൾ നമ്മൾ നാളികേരം വറുത്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കണം എല്ലാം കൂടിയിട്ട്. ഇത് അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ തീയിൽ കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി വഴറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. അരപ്പൊഴിച്ച് കുറച്ച് നേരം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നപ്പോൾ ഞാൻ അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചിക്കൻ ഇട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടിയിട്ട്. അപ്പം എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നാളികേരം അരച്ചെടുത്ത മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം, ഏകദേശം ഒരു 1/4 ഗ്ലാസ് ഒക്കെ ഉണ്ടാവും വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ചിറ്റിച്ച് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത്തിരി ചാറോട് കൂടിയുള്ള ഒരു ചിക്കൻ കറിയാണിത്. അപ്പോൾ ഇത് മൂടി വെച്ചു. ഇനി നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് വീണ്ടും ഒന്നും കൂടിയും ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ കറിയൊക്കെ വെന്ത് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് 2-3 സെക്കൻഡ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇത് ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കാണ് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വൈകിട്ടത്തേക്ക് ഞാൻ ഇതിലേക്കൊരു പാൽ പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 സ്പൂണൊക്കെ ഉണ്ടാവും ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇടുന്നത് 2 സ്പൂൺ പഞ്ചസാരയാണ്. അപ്പോൾ ഇത് ബ്രൗൺ ഷുഗറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് കുറച്ച് ഓയിൽ, അതുപോലെ തന്നെ ഒരു മുട്ട, ഇത്രയും ചേർത്ത് കൊടുത്തുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ പാലാണ് ഇതിലേക്ക് ഒഴിച്ച് കുഴച്ചെടുക്കണത്. അപ്പോൾ വെള്ളത്തിന് പകരമായിട്ട് ആവശ്യത്തിനുള്ള പാലൊഴിച്ച് നല്ലോണം കുഴച്ചെടുക്കുക.
അപ്പോൾ അതേ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം നമുക്ക്. അപ്പോൾ കയ്യിൽ ഇച്ചിരി ഓയിലെടുത്ത് അതേ നമ്മുടെ കുഴച്ചെടുത്ത മാവിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു 10-15 മിനിറ്റിന് ശേഷം അതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ആദ്യം പൊടിയിട്ട് സാധാരണ ചപ്പാത്തിക്ക് പരത്തണ പോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് അതിൻ്റെ മേലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി. എന്നിട്ട് ഇതൊന്ന് മടക്കിയെടുക്കുന്നുണ്ട്. രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. അതിനുശേഷം അപ്പുറം ഇതുപോലെ മടക്കിയെടുക്കുക. ഇനി വീണ്ടും നമുക്ക് പൊടിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. വീണ്ടും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ ദോശക്കല്ലിലോ അല്ലെങ്കിൽ വേറെ പാനിലോട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ദോശക്കല്ലിലാണ് ചുട്ടെടുക്കുന്നത്. അതിൽ ഇത്തിരി ഓയിലൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സൈഡിലൊക്കെ. എന്നിട്ട് ഇത് ചുട്ടെടുക്കണം. അപ്പോൾ അപ്പുറമൊക്കെ നല്ല ചൂടിൽ തന്നെ വെച്ചിട്ട് ചുട്ടെടുക്കുക. അപ്പം നമ്മുടെ പാൽ പൊറോട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് പരത്തി ചുട്ടെടുക്കാം. അപ്പം നല്ല നാടൻ വറുത്തരച്ച ചിക്കൻ കറിയും പാൽ പൊറോട്ടയും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.